KCB ബില്ലിൽ പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന വാചകം ഉപയോഗിച്ച് വൈദ്യുതി ബോർഡും സർക്കാർ പ്രചരണത്തിനായി രംഗത്തെന്ന് പരാതി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാത്ത 10 വർഷങ്ങൾ എന്ന വാചകമാണ് ഈ മാസത്തെ ബില്ലിലുള്ളത്. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഈ മാസം ആദ്യമൊക്കെ കിട്ടിയ കറണ്ട് ബില്ലിലൊക്കെ ഇത്തരത്തിലുള്ള ചില വാചകങ്ങൾ പ്രിന്റ് ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പരാതി പോയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. മാത്രമല്ല, ഈ സർക്കാർ പരസ്യം അങ്ങ് ആ നിലയ്ക്കുണ്ടായപ്പോൾ അത് അന്ന് KCB സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. തീർച്ചയായും നേരത്തെ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എത്തിയ ഒരു വാട്സപ്പ് സന്ദേശം അത് വലിയ വിവാദം ആയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KCBയുടെ നേതൃത്വത്തിൽ KCBയുടെ ബില്ലും ഇപ്പോൾ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിലെ ഒരു വാചകം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളതാണ് ഈ KCBയുടെ ബില്ലിൽ ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ടോട്ടൽ എമൗണ്ടിന് തൊട്ട് താഴെയാണ് ഇത്തരത്തിൽ ഒരു വാചകങ്ങൾ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ ഈ കുടുംബാസൂത്രണം, അതുപോലെ തന്നെ എയ്ഡ്സ് പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ KCB ബില്ലിലൊക്കെ അതിന്റെ ഒരു ബോധവൽക്കരണം വാചകങ്ങളൊക്കെ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് സർക്കാർ പരസ്യമായി കണക്കാക്കാൻ കഴിയില്ലെങ്കിൽ പോലും അതൊരു പൊതുബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഈ സർക്കാർ സംവിധാനങ്ങളെ ഒരു പ്രചരണ ഉപോധിയായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. ഇതിനെതിരെ നിലവിലിപ്പോൾ എന്തായാലും സേവ് യൂണിവേഴ്സിറ്റി ഫോറം അവരാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് KCB അത് സർക്കാർ സംവിധാനങ്ങളെ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് അടിയന്തരമായി തന്നെ ഈ മാസത്തെ ബില്ലുകളിലാണ് ഇത്തരത്തിൽ വാചകങ്ങൾ ഉള്ളത്. ഈ ബില്ലുകളെല്ലാം തിരിച്ചെടുക്കണം. ഏത് ഉദ്യോഗസ്ഥനാണോ ഇത്തരത്തിൽ പ്രിന്റ് ചെയ്ത് ഇത് പുറത്തേക്ക് വരാൻ കാരണക്കാരനായത് അയാൾക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതിയായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ ഒരു പരാതിയിൽ എന്ത് നടപടി ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബില്ലുകൾ തിരിച്ചെടുക്കുമോ അതോ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഒരു അച്ചടക്ക നടപടിയായോ അല്ലെങ്കിൽ ഒരു വിശദീകരണമായോ ഇത് ഒതുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതൊരു പരാതിയായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അതിലിനി എന്ത് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാധു, അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളതാണ് KCBയുടെ ബില്ലിൽ ഇത്തവണ ഈ മാസം ലഭിച്ച ബില്ലുകളിലുള്ളത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷമുള്ള ബില്ലുകളിലും ഇതുണ്ട് എങ്കിൽ സ്വാഭാവികമായും നിയമ നടപടികൾ ഉണ്ടായിരിക്കും. സേവ് യൂണിവേഴ്സിറ്റി ഫോറമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ബില്ലുകൾ പിൻവലിക്കണമെന്നുള്ളതാണ് ആവശ്യം. പുതിയ ബില്ല് പ്രിന്റ് ചെയ്ത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കണം എന്നതടക്കമുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് പോയിരിക്കുന്നത്.